നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അതെ, ബസ് സ്റ്റാൻഡ് വികസനത്തിന് മുസ്ലിം ലീഗ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ വാർഡാണത്. ഒരു പഞ്ചായത്ത് ഒരു ദിവസം ചെയ്യാൻ പറ്റുമോ? അല്ല, ഒരു ദിവസമെങ്കിലും പഞ്ചായത്തല്ലേ ഞാൻ ചോദിച്ച സുഹൃത്തെ, പഞ്ചായത്ത് ഭരണസമിതിയല്ലേ ചെയ്യേണ്ടത്? ഒരു ദിവസമെങ്കിലും ആ പഞ്ചായത്തില് ഒരു ഞാൻ ആദ്യമായിട്ട് ഒരു പഞ്ചായത്തിൽ ഭരിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പഞ്ചായത്ത് ഭരിക്കുന്നത് പ്രതിപക്ഷ നേതാവല്ല, കേരളം ഭരിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല. ഈ കുറ്റിപ്പുറം ടൗണ് അടങ്ങുന്ന ഒരു 4 വാർഡോളം വരുന്ന ഒരു സ്ഥലമാണ്. 4 വാർഡ്. അതിലൊരു പ്രദേശം മാത്രമാണ് നിലവിൽ കഴിഞ്ഞ ടൈമിൽ മാത്രം ഇടതുപക്ഷത്തിൻ്റെ ഒരു ജനപ്രതിനിധിയായി വന്നത്. അതും ഈ ടൗൺ ഉൾപ്പെടുന്നതല്ല. എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത്, ഇവർ കക്ഷിയായിട്ടുള്ള MLA ആബിദ് ഹുസൈൻ തങ്ങൾ തൻ്റെ പ്രാദേശിക ഫണ്ട് ഈ ബസ് സ്റ്റാൻഡിനെ നവീകരിക്കുന്നതിന് വേണ്ടി 1.5 കോടി രൂപ വെച്ചിട്ട് 2 സാമ്പത്തിക വർഷം വരെ കാത്തു നിന്നിട്ട് പോലും ഈ കുറ്റിപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയെ വിശ്വാസമില്ലാഞ്ഞിട്ട് അദ്ദേഹം മറ്റൊരു പഞ്ചായത്തിലേക്ക് വകമാറ്റി ചെലവഴിക്കാൻ വേണ്ടി കൊണ്ടുപോയ ഒരു ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളാണ് ഈ പഞ്ചായത്തിലൊരു മെമ്പർ വന്നിട്ട് ഈ ബസ് സ്റ്റാൻഡ് നവീകരിച്ചില്ല എന്ന് പറയുന്നത്. വർഷം 60ഓളമായി കുറ്റിപ്പുറം പഞ്ചായത്ത് ഒരേ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം MLA 1.5 കോടി രൂപ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് തന്നിട്ട് അത് വിനിയോഗിക്കാതെ ഈ ഭരണസമിതിയെ വിശ്വാസമില്ലാതെ സ്വന്തം MLA എടുത്തുകൊണ്ടുപോയ നാടാണ്